ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് യൂണിഫോം കോട്ടാണ് കേട്ടോ. അതായത് യൂണിഫോമിൻ്റെ കോളറൊന്നും ഇല്ലാത്ത മോഡലിലൊരു കോട്ടുണ്ടല്ലോ, തമിഴിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു മോഡലാണെന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പം മുന്നിൽ ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ ഓപ്പൺ സൈഡിലാണ് 1.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് അതൊന്ന് വരച്ച് ഒന്ന് സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പീസാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോള് വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്ത്, അതേ അളവിൽ തന്നെ താഴോട്ട് നമ്മൾ 7 ഇഞ്ച് കൊടുക്കുക. ദെൻ ഇനി ചെസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഇടുക, അവർക്ക് വേണ്ടവർക്ക് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് അടയാളപ്പെടുത്തി അതിലോട്ട് സ്ട്രൈറ്റ് ലൈന് കൊടുക്കുക. ഇവിടെ ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ, 1/2 ഇഞ്ച്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് ഒന്ന് സ്ലോപ്പായിട്ടൊന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തുക, ഷേപ്പ് അടയാളപ്പെടുത്തുക. പിന്നെ താഴെ വീതി ഹിപ്പിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. കൂടുതൽ വേണ്ട, കാരണം അത് കോട്ടായതുകൊണ്ട് തന്നെ കേട്ടോ. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത പീസ് ബാക്ക് ഭാഗിന് മുകളിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗമായിരിക്കും ബാക്ക് ഭാഗം വരുന്നത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ബാക്ക് ഭാഗം കട്ട് ചെയ്യുക. സെയിം അളവ് തന്നെയാണ്, ഒന്നും കൂട്ടേണ്ടതുമില്ല കുറയ്ക്കേണ്ടതുമില്ല കേട്ടോ. സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട് പീസിൻ്റെ ബട്ടണിൻ്റെ ഭാഗം മടക്കി വെക്കണം കേട്ടോ. എന്നിട്ടത് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ബാക്ക് ഭാഗം കൊടുക്കാൻ. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞേ, അതിനി മാറിപ്പോകരുത്. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവുമായി. ഇനി നമുക്കിതിന് സ്ലീവില്ല. സ്ലീവിന് പകരം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിലെ നെക്കും വേണം, ബാക്ക് ഭാഗത്തിലെ നെക്കും വേണം. അപ്പോൾ ഫ്രണ്ടിലെ നെക്കിന് നമ്മൾ ഒരു 3.5 ഇഞ്ച് വിടുത്തും അതിനുള്ളിൽ ഷർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് വിടുത്ത് വേണം. ദെൻ 7 ഇഞ്ച് താഴോട്ട് വി നെക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. വി നെക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മൾ അത് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് 7 ഇഞ്ചാണ് വേണ്ടത്. 3.5 ഇഞ്ച് വിടുത്തും. ഓക്കെ, എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഫ്രണ്ട് പാർട്ട് അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് ഭാഗം എടുക്കുക. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗം തന്നെയാണ്, പക്ഷേ ബാക്ക് ഭാഗം ഇതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക. ബാക്ക് ഭാഗത്തിൻ്റെ അളവ് വ്യത്യാസമാണ്. 3.5 ഇഞ്ച് വിടുത്ത് തന്നെ എടുക്കുക. ദെൻ 1 ഇഞ്ച് താഴോട്ട് ഡെപ്തിൽ കൊടുത്തിട്ട് ഒരു റൗണ്ട് നെക്കിൽ കൊടുക്കുക കേട്ടോ. കാണിക്കാം, ഇത്രയേ ഉള്ളൂ. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല റൗണ്ടിലല്ല, 1 ഇഞ്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 3.5 ഇഞ്ചിൽ നിന്ന്